ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. കാരണം മടിയും ഒക്കെ കാരണം ഞാൻ വീഡിയോസ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് നമ്മൾ പുറത്ത് പോകുമായിരുന്നു. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു മേള എന്ന് പറഞ്ഞ സംഭവത്ത് പോകാൻ. കാരണം നമ്മുടെ ഇവിടെ ദശഹര ബ്രേക്ക് ആണല്ലോ. അപ്പം ദശഹരയിൽ 10 ദിവസം മേള കാണും, ദശഹര മേള കാണും. അപ്പം അത് കാണാനാണ് നമ്മൾ ഇപ്പം പോകുന്നത്. നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു മേളയായിരുന്നു. അത് IP എക്സ്റ്റൻഷൻ അടുത്തുള്ള ഒരു മേളയായിരുന്നു നമ്മൾ പോകുന്നത്. അവിടെ ആക്ച്വലി 2 മേളയുണ്ടായിരുന്നു. അപ്പം അതിനകത്തുനിന്ന് ഒരു മേളയിലാണ് നമ്മൾ പോയത്. അപ്പം നമ്മൾ പോകുന്നത് കണ്ടില്ലേ, ഇവിടെ ഫുൾ ലൈറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ മുതൽ സ്റ്റാർട്ടാണ്. ആദ്യം നമ്മൾ ബാക്ക് സൈഡിൽ പോയി, ബാക്ക് സൈഡിൽ പാർക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെയും തിരിച്ച് ഈ സ്ഥലത്ത് തന്നെ വന്നു. അങ്ങനെ ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ അമ്മ, ഞാനും നിഷാന്തും കുഞ്ഞാവയും കൂടെയാണ് പോകുന്നത്. ഉണ്ടാക്കണ്ടില്ല, വലിയ ജയൻറ്റ് വീലുണ്ട്. ഇവിടെ കുറേ ഊഞ്ഞാലുകൾ കാണും. നമുക്ക് മെയിൻ പാർട്ട് നമ്മൾ അത് കാണാനാണ് പോകുന്നത്, ഊഞ്ഞാലിടാനാണ് പോകുന്നത്. അപ്പോൾ അവിടെ വലിയ ജയൻറ്റ് വീലൊക്കെ ഉണ്ടായിരുന്നു, ഡ്രാഗൺ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഊഞ്ഞാലുകളുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഫുൾ ലൈറ്റ്സ് ആയിട്ടൊക്കെ ഇങ്ങനെ നല്ലതായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളവിടെ എത്തി. നമ്മൾ നേരത്തെ എത്തിയത് കാരണം ഇപ്പം ഇവിടെ തിരക്കില്ലായിരുന്നല്ലോ. ഇപ്പോൾ സ്റ്റാർട്ട് ആയതേ ഉള്ളായിരുന്നു. അപ്പം തിരക്കൊന്നും ഇല്ലായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 10 മണിയൊക്കെ ആയതിനു ശേഷം നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഇതായിരുന്നു ഇവിടെയാണ് ഈ നാടകമൊക്കെ നടക്കുന്ന സ്ഥലം. അപ്പം അതിങ്ങനെ അവിടെ കണ്ടില്ലേ വലിയ ജോയിൻറ്റ് വീൽ. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ട്രൈ ചെയ്യുന്നത്. അപ്പം വേദു ആക്ച്വലി ഉറങ്ങി കിടക്കുമായിരുന്നു. അപ്പം അവന് ഓൾറെഡി ഉറക്കം വന്നു. ഈ സമയം അവൻ ഉറങ്ങുമായിരുന്നു. അപ്പം കാറിൽ തന്നെ ഇരുന്ന് അവൻ ഉറങ്ങിപ്പോയി. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മളവിടെ കുറച്ച് നേരമൊക്കെ കറങ്ങി. അങ്ങനെ നമ്മൾ ഡിസൈഡ് ചെയ്ത് ഫൈനലി എനിക്ക് ഇതിനകത്ത് ജയൻറ്റ് വീലിൽ കയറാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ നമ്മൾ ഡിസൈഡ് ചെയ്ത് നമ്മൾ 2 പേരും പോവും. വേദുവിനെ അമ്മയെ ഏൽപ്പിച്ചിട്ട് നമ്മൾ 2 പേരും ജയൻറ്റ് വീലിൽ പോകുന്നു, ഞാനും നിഷാന്തും. അങ്ങനെ അവിടെ കുറച്ചൊക്കെ കറങ്ങിയിട്ട് കുറച്ച് ഊഞ്ഞാലൊക്കെ കണ്ടു. ഇതൊന്നും വർക്കിംഗ് അല്ലായിരുന്നു. കാരണം ഇത് ഫുൾ ആൾക്കാർ നിറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇത് ഒരു വർക്ക് ചെയ്യത്തുള്ളൂ. ചില ഊഞ്ഞാൽ, ഇത് ഇപ്പം നിങ്ങൾ മുമ്പേ കാണുന്ന ഈ ഊഞ്ഞാലില്ലേ അത്. അപ്പം ഇത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇത് ഇതിനകത്ത് മോസ്റ്റ്ലി ആൾക്കാരില്ലായിരുന്നു. കാരണം ഇപ്പോഴൊക്കെ ആൾക്കാർ കുറച്ചേ വരത്തുള്ളല്ലോ. ലാസ്റ്റ് ആകുമ്പോഴാണ്, ദശഹരയുടെ ദിവസമാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഡിസൈഡ് ചെയ്തു. പിന്നെ ഇങ്ങനത്തെ കുട്ടികളുടെ കുറേ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു, ആനേൻ്റെ ഊഞ്ഞാൽ. ഇതിനകത്ത് ഞാൻ വിചാരിച്ച് വേദുവിനെ കയറ്റാമെന്ന്. പക്ഷേ അവർ പറഞ്ഞു ഞാൻ കയറണമെന്ന് ആദ്യം വിചാരിച്ചു. ഞാൻ കയറിയിട്ട് വേദുവിനെ എൻ്റെ മടിയിൽ ഇരുത്തിയിട്ട് കറങ്ങാമെന്ന് വെച്ചു. പക്ഷേ അവർ വേണ്ടെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല, എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വേദുവിനെ ഇരുത്താൻ പറ്റില്ല. കാരണം വേദു അത്ര വലിയ കുട്ടിയല്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫൈനലി ഡിസൈഡ് ചെയ്ത് നമ്മൾ ജയൻറ്റ് വീലിൽ പോകുന്നു. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. ടിക്കറ്റിന് ഒരാൾക്ക് വീതം 150 റുപ്പീസായിരുന്നു. അങ്ങനെ 2 ടിക്കറ്റ് വാങ്ങിച്ച് നമ്മളിവിടുന്ന് നമ്മൾ പേയ്മെൻറ്റൊക്കെ ചെയ്ത് ടിക്കറ്റൊക്കെ വാങ്ങിച്ച് ഇപ്പം നമ്മൾ ജയൻറ്റ് വീലിൽ കയറാൻ പോവാണ്.
ഈ ഒരു ഊഞ്ഞാൽ കണ്ടില്ല ഗൈസ്, ഇത് കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. അവിടെ 2 പേര് ഇരിപ്പുണ്ട്. അവർ സത്യമായിട്ട് എൻജോയ് ചെയ്യുവാണോ പേടിക്കുവാണോ കരയുവാണോ ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം ഇത് മുകളിലോട്ട് പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പേടി. അങ്ങനെ നമുക്ക് സ്ഥലമൊക്കെ കിട്ടി. കാരണം ഈ ഒരു ഊഞ്ഞാൽ ഓൾമോസ്റ്റ് കാലിയായിരുന്നു. അപ്പം നമുക്ക് സ്ഥലം കിട്ടി. അവർ നമ്മളെ ഇരുത്തി. അവർ ഒരു റൗണ്ട്, ഒരു 3 റൗണ്ടാണെന്ന് തോന്നുന്നു മാക്സ് ടു മാക്സ്. 3 റൗണ്ടിൽ നമ്മൾ ചെയ്യിപ്പിച്ചു. ആദ്യം കുറച്ച് സ്ലോ ആയിട്ടാണ് പോയത്. പക്ഷേ പിന്നെ കുറച്ച് ഫാസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഈ ഒരു അടിവയറ്റിലൊരു ഇക്കിളി ആവത്തില്ല, അതുപോലെയാണ്. നിശാന്തിന് പേടിയുണ്ടായിരുന്നു, എനിക്ക് അത്യാവശ്യം പേടിയുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ചെറുപ്പത്തിലൊക്കെയാണ് ഇങ്ങനത്തെ സ്വിങ്സിലൊക്കെ കയറിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ പപ്പ കൊണ്ടുപോയായിരുന്നു. പക്ഷേ അവിടെ ഇത്രയും വലിയ സ്വിങ് അല്ലായിരുന്നു, ഇതിനെക്കാട്ടി കുറച്ച് കുറവാണ്. ഇത് ഭയങ്കര വലുതാണ്. ഞാൻ കയറിയതിനെക്കാട്ടിലും ഭയങ്കര, ഇതുവരെ കയറിയിട്ടുള്ളതിനെക്കാട്ടും ഭയങ്കര വലിയത്. ഇത് കണ്ടില്ലേ, നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ ഇത് മുകളിലോട്ട് ഇതുവരെ പോകുന്നത്. അങ്ങനെ അമ്മ വേദുവിനെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ താഴെ. ഇത് കണ്ടല്ലോ, സ്പീഡ് കൂടുക പെതുക്കെ. നമ്മൾ 2 പേരുടെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ അങ്ങ് മാറുവാണ് പെതുക്കെ. അപ്പം ഞാൻ പറയുന്നുണ്ട് നിശാന്ത് ഫോൺ വീഴുവോ, പേടിയാണ് നമുക്ക്, ഞാൻ വീഡിയോ ഉണ്ടാക്കുന്ന കൈ വിറയ്ക്കുമോ അങ്ങനെ. ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. താഴോട്ട് ഇറങ്ങുമ്പോഴാണ് ബുദ്ധിയാവുന്നേ. നമ്മൾ സാനിറ്റൈസർ എടുത്തില്ലല്ലേ, കൈ സാനിറ്റൈസ് ചെയ്യണം. ഫാസ്റ്റ് ആവും. അടിവയറ്റിലൊരു ഗുദ്ഗുദിയാവുന്ന പോലെ ഫീലിംഗ് അല്ലേ താഴോട്ട് വരുമ്പോ. എനിക്ക് മിക്കവാറും വോമിറ്റിംഗ് വരും. मेरा अभी यहाँ पे कुछ हो रहा है, इसलिए वोमिटिंग जैसा आएगा. അങ്ങനെ ആഗ്രഹം സഫലീകരിച്ചിരിക്കുകയാണ്. സോ ഗൈസ്, നമ്മളിപ്പം മുകളിലോട്ട് നിർത്തിയേക്കുവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? കുറച്ച് നേരത്തെ മലയാളത്തിൽ പറയാം. അങ്ങനെ നമ്മൾ ഊഞ്ഞാലിനൊക്കെ ഇറങ്ങി വേദുവിനെ എടുത്ത്, വേദു സത്യം പറഞ്ഞാൽ അവിടെ കണ്ട് നല്ല സർപ്രൈസ് ആയിട്ടിരിക്കുകയാണ്. അവിടെ കുറേ ലൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ അവന് അട്രാക്റ്റീവാണ് ലൈറ്റ്സൊക്കെ. അപ്പം അങ്ങനെ അവന് നമുക്ക് ഈ സൈഡിൽ ഒത്തിരി ഒന്നും ഇല്ല, കളിപ്പാട്ടങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് ഇപ്പോൾ ഇത് സ്റ്റാർട്ടായതേ ഉള്ളല്ലോ. അപ്പം കുറച്ച് കളിപ്പാട്ടങ്ങളിങ്ങനെ, അത് നമ്മൾ ഓരോ കളികളായിരുന്നു, കളിപ്പാട്ടങ്ങളല്ല, ഒരു ഗെയിംസ് കളിച്ച് നമുക്ക് ഈ ടോയ്സും ഇതൊക്കെ നമുക്ക് നേടാം. അത് കഴിഞ്ഞ് നമ്മൾ ഇത് കണ്ടില്ലേ, ഇത് ഫുൾ ഒരു കല്യാണത്തിന് സെറ്റ് ചെയ്തിരിക്കുന്ന പോലെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ, ബോബി ടിക്കി വാലയുടെ. ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അവസാനം നമ്മൾ വിചാരിച്ചു ഇവിടെ കഴിക്കാൻ മാത്രമായിട്ടാണോ നമ്മൾ വന്നതെന്ന്. കാരണം നമ്മൾ നല്ല ഐറ്റംസൊക്കെ ട്രൈ ചെയ്തു. നമ്മൾ എന്താ പറയുന്നത്, ജിലേബി വാങ്ങിച്ചായിരുന്നു, പിന്നെ പാവ് ഭാജി വാങ്ങിച്ചായിരുന്നു, പിന്നെ എന്താ റുമാലി റോട്ടിയും വേറൊരു സംഭവം വാങ്ങിച്ചു, ഞാൻ മറന്നുപോയി എൻ്റെ പേര്. പക്ഷേ ഇവിടെ ഇങ്ങനെ നല്ല പോലെ ഇവർ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കല്യാണത്തിൽ പോകത്തില്ല അതുപോലെ. എന്താണ്ട് ഇത് കണ്ടില്ലേ, ഇത് ടിക്കി ഉണ്ടാക്കും. നമ്മൾ ടിക്കി ഓർഡർ ചെയ്തായിരുന്നു അമ്മയ്ക്ക് വേണ്ടി. അപ്പോൾ ഇവിടെ ടിക്കി ഉണ്ടാക്കുവാണ്. ഇവിടെ നല്ല തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ ടിക്കിയൊക്കെ വാങ്ങിച്ചു. നല്ല ഭംഗിയില്ല കാണാൻ, ടേസ്റ്റ് നല്ലതാണ്, നല്ല പുളി ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റാണ്. നമ്മൾ ബോബി ടിക്കി വാല ടിക്കിനകത്ത് ഫേമസ് അല്ലേ, അപ്പം ഇത് ടിക്കി സ്പെഷ്യൽ ആവാതിരിക്കത്തില്ലേ വേറെ. എനിക്കിഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് കുറച്ച് പുളി കൂടി നിൽക്കുന്നോ എന്നൊരു സംശയം, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മൾ ഈ ഒരു സംഭവം വാങ്ങിച്ചാട്ടോ, നമ്മൾ പാവ് ഭാജി വാങ്ങിച്ചായിരുന്നു, പിന്നെ റുമാലി റോട്ടിയും, പിന്നെ ഞാൻ വേറൊരു ചാപ്പും റുമാലി റോട്ടിയും വാങ്ങിച്ചായിരുന്നു. പാവ് ഭാജി നല്ലതായിരുന്നു, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചാപ്പാണ് നമ്മൾ കൂടുതൽ കഴിച്ചത്. അങ്ങനെ നമ്മൾ ആഹാരമൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങാൻ നേരത്ത് ഇവിടെ ഡാൻസ് ഉണ്ടായിരുന്നു, കൊച്ചു കുട്ടികളുടെ ഡാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നമ്മൾ കണ്ട് കുറച്ച് നേരം ആസ്വദിച്ച് നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. രണ്ട് പല്ല് കാണാം. How was the ride? റൈഡ് അവന് വിശ്വസിപ്പിക്കാം. എങ്ങനെയുണ്ടായിരുന്നു മേല? ഇത് നോക്ക്. സോ ഫൈനലി നമ്മളിനി വീട്ടിൽ പോവാണ്. സോ നമുക്കിനി വേറെ ഒരു വ്ളോഗുമായിട്ട് വീണ്ടും കാണുന്നിടം വരെ ടാറ്റാ, സീ യു, ഗുഡ് നൈറ്റ് ആൻഡ് ബൈ ബൈ.